إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة. أعوذ بالله من الشيطان الرجيم. فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون. അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമുഖത്തുള്ള മനുഷ്യരെ പഠിപ്പിച്ച ആദർശം, അവരെ സ്വീകരിച്ചിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അമ്പിയാക്കളുടെ നിയോഗവും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളും. അതിനു പുറമെ ധാരാളം മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ആയാത്തുകളാണ് ഇസ്റാഉം മിഅ്റാജും എന്നത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇസ്റാഉം മിഅ്റാജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പഠിപ്പിച്ചിട്ടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കിയതാണ്. മറിച്ച് ധാരാളം ഗുണപാഠങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്റാഉമായി ബന്ധപ്പെട്ടും മിഅ്റാജുമായി ബന്ധപ്പെട്ടും 2 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇസ്റാഉമായി ബന്ധപ്പെട്ട് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ. മിഅ്റാജുമായി ബന്ധപ്പെട്ട് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, തന്റെ റബ്ബിന്റെ വലിയ ആയത്തുകൾ അദ്ദേഹം കണ്ടു എന്ന് സൂറത്തുൻ നജ്മിലും അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു. എന്തിനാണ് ഈ ആയത്തുകൾ? അതും എന്തിനെന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവർക്ക് ഗുണപാഠത്തിന് വേണ്ടിയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശ, ഭയപ്പെടുന്ന ആളുകൾക്കുള്ള ഗുണപാഠം അതിലുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്റാ മിഅ്റാജ്, ആ യാത്രയിലൂടെ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ഐഹിക ജീവിതത്തിന്റെ ക്ഷണികത ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകന്റെ ആ യാത്രയിൽ. അമ്മൽ അജൂസ് അല്ലതി റഅയ്ത അലാ ജാനിബി ത്വരീഖ് ഫലം യബ്ഖ മിന ദുനിയ ഇല്ലാ ബിഖദ്രി മാ. യാത്രയിൽ വഴിയരികിൽ കണ്ട ആ വൃദ്ധയെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടത്, ആ വൃദ്ധയുടെ ജീവിതത്തിൽ എത്രമാത്രമാണോ ഇനി അവർക്ക് ആയുസ് ബാക്കി നിൽക്കുന്നതെങ്കിൽ അത്ര മാത്രമേ ദുനിയാവുള്ളൂ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ യാത്രയിൽ ബോധ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ ഐഹിക ജീവിതത്തിന്റെ നശ്വരതയെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ആയത്തുകളിലൂടെ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വഅദ് അത്
ഹഖാണ്, യാഥാർത്ഥ്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നതും. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ കഴിയുക, അല്ലാഹുവിന്റെ വാഗ്ദാനമെല്ലാം ഹഖാണ്. വലാ യസ്തഖിഫന്നകല്ലദീന ലാ യുഖിനൂൻ, ദൃഢബോധ്യമില്ലാത്തവർ താങ്കളെ ചാഞ്ചല്യത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ ദുനിയാവിന്റെ ക്ഷണികതയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് വല്ലാഹി മദ്ദുനിയ ഫിൽ ആഖിറ, ആഖിറത്തിനെ അപേക്ഷിച്ച് ദുനിയാവെന്നത് ഇല്ലാ കമാ യഗ്മിസു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യം, പാരാവാരമായി കിടക്കുന്ന സമുദ്രത്തിൽ തന്റെ വിരൽ ഒരാൾ മുക്കിയെടുത്തു കഴിഞ്ഞാൽ ആ വിരലിൽ അവശേഷിക്കുന്ന വെള്ളം ഫൻദുർ മാദാ യർജിഉ ഇലൈഹി, എന്താണ് അതിലുള്ളത്, അതാണ് ദുനിയാവ്. വിശാലമായി കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ഭൂമിയുടെ മുക്കാഭാഗത്തോളം കിടക്കുന്ന വിശാലമായി കിടക്കുന്ന സമുദ്രത്തെ ആഖിറത്തിനോടും തന്റെ വിരലിൽ അവശേഷിക്കുന്ന ആ വെള്ളം അതിനെ ദുനിയാവിനോടും ഉപമിച്ചത് നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, ഈ ഭൂമുഖത്ത് ജീവിച്ച ആ പ്രവാചകനോട് 9.5 നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തിനോട് മലക്കുൽ മൗത്ത് വന്ന് ചോദിച്ചു ദുനിയാവിനെ സംബന്ധിച്ച്. അപ്പോ അദ്ദേഹം പറഞ്ഞത് കദാരിൻ ദഖൽതു മിൻ ബാബിൻ വഖറജ്തു മിൻ ബാബ്, ഒരു വാതിലിലൂടെ കടന്നു മറ്റേ വാതിലിലൂടെ പുറത്തു പോന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. വെറും 60 വർഷം മാത്രം ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 9.5 നൂറ്റാണ്ട് ജീവിച്ച പ്രവാചകൻ നൽകിയ മറുപടി അത്രേ ദുനിയാവ് ഉണ്ടായിട്ടുള്ളൂ എന്നെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര ക്ഷണികമാണ് ഈ ദുനിയാവെന്നത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ദൃഢവിശ്വാസവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് നിരവധി പാഠങ്ങൾ ഈ ഉമ്മത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, ലമൗദിഉ സൗതി അഹദികും ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ആ സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം അത് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ദുനിയാവിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഉത്തമമായിട്ടുള്ളത് അതാണെന്ന് പറഞ്ഞു. പ്രവാചകൻ പറയാണ്, ഇന്നി ഉരീതുൽ ജന്ന, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. സ്വർഗം കാണിക്കപ്പെട്ട സന്ദർഭത്തിൽ ഫതനാവൽതു മിൻഹാ ഉൻഖൂദൻ വലൗ അഖദ്തുഹു ലഅകൽതു മിൻഹു മാ ബഖിയത്തി ദുനിയ, അതിലെ സ്വർഗീയമായ പഴക്കുലകൾ, സ്വർഗീയ പഴങ്ങളുടെ പെട്ടു എനിക്കത് ലഭിച്ചിരുന്നെങ്കിൽ ഇഹലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് മതിയാകുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗത്തിലേക്ക് ഇദാ ദഖല അഹ്ലുൽ ജന്ന അൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്നവർ ഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദ, സ്വർഗവാസികളെ എന്നേക്കുമായ സ്വർഗത്തിൽ നിങ്ങൾ വസിക്കുക, മരണമില്ല. ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ വ ഇന്നലക്കും അൻ തശിബു ഫലാ തഹറമു അബദ വ ഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്അസു അബദ, സ്വർഗവാസികളെ നിങ്ങൾ എന്നേക്കുമായി സ്വർണം എന്ന ഒന്ന് ഇനി നിങ്ങൾക്കില്ല. എന്നേക്കും ആരോഗ്യവാനായി സ്വർഗത്തിൽ കഴിയുക, രോഗം എന്ന ഒന്ന് ഒരിക്കലും നിങ്ങളെ ഇനി പിടികൂടുകയില്ല. നിങ്ങളെന്നും ഇന്നലക്കും അൻ തശിബു ഫലാ തഹറമു അബദ, നിങ്ങൾ യുവാക്കളായി യുവത്വത്തോടുകൂടി എന്നെന്നും ആ സ്വർഗത്തിൽ കഴിയുക, വാർദ്ധക്യമെന്ന ഒന്ന് നിങ്ങളെ പിടികൂടുകയില്ല. വ ഇന്നലക്കും അൻ തൻഅമ, സുഖാനുഗ്രഹങ്ങൾ അനുഭവിച്ച് സ്വർഗീയ ജീവിതത്തിൽ നിങ്ങൾ കഴിയുക, ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം നിങ്ങളെ പിടികൂടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഒരു അവസ്ഥ കൈവരാനാണ് നാം ശ്രമിക്കേണ്ടത്. ദുനിയാവിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലുള്ള അവസ്ഥ, വാർദ്ധക്യത്തെ മരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. കോടികളാണ് മുടക്കുന്നത് ഒന്ന് മരണം നീട്ടിക്കിട്ടാൻ.
ഒന്ന് നീണ്ടു കിട്ടാൻ, ആയുസ് ഒന്ന് നീട്ടിക്കിട്ടാൻ, അസുഖം ഒന്ന് ഭേദമായി കിട്ടാൻ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവനും ചെലവഴിക്കുകയാണ്. ദുനിയാവിന്റെ ക്ഷണികതയാണ് അത് നമ്മെ വിളിച്ചറിയിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഇല്ല, രോഗമില്ല, മരണമില്ല, നിങ്ങൾക്കെന്ന ആരാമത്തിൽ കഴിയാം, യുവത്വത്തോടു കൂടി നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചെങ്കിൽ സഹോദരങ്ങളെ, സഹോദരികളെ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സലഫുകൾ അധ്വാനിച്ചത്, നമ്മുടെ മുൻഗാമികൾ അധ്വാനിച്ചത്. അതിന്റെ ഫലം അവിടെയല്ല, ഇവിടെ വെച്ചു തന്നെ അവർക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷത്തോടു കൂടി തന്നെ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ആ ഇസ്രാഇന്റെ യാത്രയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത ഉസ്രിയ ബിനബിയില്ലാ ദഖലൽ ജന്ന, ഇസ്രാ പ്രവേശിച്ചു, ഫസമിഅ മിൻ ജാനിബിഹാ വജ്സൻ, പ്രവാചകൻ ആ സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദാ, എന്താണ് ജിബ്രീൽ ഇത്, എന്താണ് ഈ ശബ്ദം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ബിലാൽ അൽ മുഅദ്ദിൻ, ഇത് മുഅദ്ദിൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം. ഹീന ജാഅ ഇലന്നാസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിലേക്ക് കടന്നു വന്ന് പറയുകയാണ്, ഖദ് അഫ്ലഹ ബിലാൽ, ഖദ് അഫ്ലഹ ബിലാൽ, ബിലാൽ വിജയിച്ചു കഴിഞ്ഞു, ബിലാൽ വിജയിച്ചു കഴിഞ്ഞു. റഅയ്തു ലഹു കദാ വകദാ, ഇന്ന രൂപത്തിൽ സ്വർഗ്ഗത്തിൽ ഞാൻ ബിലാലിനെ കണ്ടു എന്നത് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. യാ ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, എനിക്ക് മുന്നിൽ താങ്കളുടെ ചെരുപ്പടി ശബ്ദം സ്വർഗ്ഗത്തിൽ കേൾക്കാൻ എനിക്ക് സാധിച്ചു. എന്താണ്? സ്വർഗ്ഗത്തിലെത്താൻ, ഈ പറഞ്ഞ ലക്ഷ്യം നേടാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചെയ്തത് അദ്ദേഹം തന്നെ പറയുന്നു, അന്നീ ലം അതതഹർ തുഹൂറൻ ഫീ സഅതി ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സ്വല്ലൈതു ബിദാലിക സ്വല്ലി. എപ്പോ രാത്രിയാകട്ടെ പകലിലാകട്ടെ എപ്പോ വുദു ചെയ്താലും വുദുഇന്റെ 2 റക്അത്ത് സുന്നത്ത് അദ്ദേഹം നമസ്കരിക്കാതെ ഇരുന്നിട്ടില്ല എന്നതാണ്. പ്രവാചകൻ പറയാം, ഉരീതുൽ ജന്ന, എനിക്ക് സ്വർഗ്ഗം കാണിക്കപ്പെട്ടു. വറഅയ്തു ഇംറഅത അബീ തൽഹ, അബൂ തൽഹയുടെ ഭാര്യ ഉമ്മു സുലൈമിനെ സ്വർഗ്ഗത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു. എന്തേ? ഉമ്മു സുലൈഹി വസല്ലമ സ്വർഗ്ഗത്തിൽ കണ്ടത് ഉമ്മു സുലൈമിന് ചില പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അന്നേരം അദ്ദേഹത്തിന് ആതിഥ്യം കൊടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരുടെ അടുക്കൽ വല്ല ഭക്ഷണവും ഉണ്ടോ എന്നത് അന്വേഷിക്കുകയാണ്. പക്ഷെ അവര് പറഞ്ഞു, മാ മഅനാ ഇല്ലൽ മാ, പച്ചവെള്ളമല്ലാതെ എന്ന് മറുപടി പറഞ്ഞപ്പോ പ്രവാചകൻ ചോദിക്കുകയാണ്, മൻ യളും ഔ യുളീഫു ഹാദാ, ആർക്കാണ് ഇദ്ദേഹത്തിന് ആതിഥ്യം കൊടുക്കാൻ കഴിയുക എന്നുള്ള സുവർണാവസരമാണെന്ന് മനസ്സിലാക്കി തന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കാതെ ഒരു അൻസാരി അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ഏറ്റെടുത്ത പ്രവാചകരെ എന്ന് പറയുകയും അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അക്രിമി ലൈഫ റസൂലില്ലാഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അതിഥിയെ ആദരിക്കണമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഫഖാലതു മാ ഇൻദനാ ഇല്ലാ ഖൂത സിബിയാനി, നമുക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ, നമ്മുടെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹയ്യി തുആമക വഅസ്ബഹി സിറാജക വനവ്വിമി സിബിയാനക, കുട്ടികളെ ഉറക്ക്, എന്നിട്ട് കത്തിച്ചു വെക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചു. ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ അതിഥി കഴിക്കണമെങ്കിൽ ആതിഥേയൻ കഴിക്കണമല്ലോ, കൂടെ കഴിക്കണം. പക്ഷെ കൂടെ എടുത്തു വെക്കാൻ ഭക്ഷണമില്ല, ആകെ കുട്ടികൾക്കുള്ള ഭക്ഷണമാണുള്ളത്. അതിനാണ് വിളക്ക് കത്തിച്ചു വെക്കാൻ പറഞ്ഞു. എന്നിട്ടവർ വിളക്ക് ശരിയാക്കുന്നത് പോലെ കാണിച്ച് വിളക്ക് കെടുത്തി. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ അതിഥിയെ തീറ്റിക്കുകയാണ്. എന്തൊരു അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആതിഥ്യ മര്യാദ ആ സഹാബികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിറ്റേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇദ്ദേഹം വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം അറിയിക്കപ്പെട്ടു.
പ്രവാചകൻ പറഞ്ഞു ലഹിഖല്ലാഹുൽ ലൈല, ഇന്നലെ രാത്രി അല്ലാഹ് ചിരിച്ചിരിക്കുന്നു. ഔ അജിബ മിൻ ഫിആലികുമാ, അത്ഭുതകരമായ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കാരണത്താൽ അല്ലാഹ് ഇദാ ആയത്തിറക്കിയിരിക്കുന്നു വയുതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, ദാരിദ്ര്യമുണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് പരിഗണന നൽകി വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, രക്ഷപ്പെട്ടോ അവനാണ് വിജയി എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹയുടെ ഭേദതയാണ്. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വീട്ടുകാർ ഒരു അതിഥി വന്നാൽ അവരോടുള്ള സമീപനം, അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പ്രത്യേകത, തന്റെ മകൻ മരിച്ച വിവരം ഭർത്താവിനെ അറിയിക്കണം. പക്ഷെ എങ്ങനെ അറിയിക്കും? ഭർത്താവിന് വിഷമമാകും. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ വിഷമിപ്പിക്കാതെ സ്വന്തം മകൻ മരിച്ച വിവരം ഭർത്താവിനെ വിഷമിപ്പിക്കാതെ എങ്ങനെ അറിയിക്കാമെന്ന് അവർ ചിന്തിക്കുകയാണ്. ഭർത്താവിനോട് ചോദിക്കുകയാണ്, യാ അബാ തൽഹ ലൗ അന്ന റജുലൻ ഇസ്തൗദഅക വദിഅതൻ ഫസ്തംതഅത ബിഹാ ثم طلبها فأخذها منك تجزع من ذلك, വല്ലവരും വല്ല വസ്തുവും താങ്കളുടെ അടുക്കൽ താൽക്കാലികമായി ഏൽപ്പിച്ച് പിന്നെ അത് തിരിച്ചു ചോദിച്ചാൽ അത് കൊടുക്കാൻ താങ്കൾ വിസമ്മതിക്കുമോ, അക്ഷമ കാണിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫഇന്ന ഇബ്നക ഖദ് മാത്, നിങ്ങളുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹക്ക് വെറുതെ ലഭിച്ചതായിരുന്നില്ല സ്വർഗമെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗം കണ്ടു. ആ സ്വർഗത്തിലെ സുവിശേഷങ്ങൾ പ്രവാചകൻ ഈ രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട്. ദുനിയാവിൽ വെച്ചു തന്നെ നരകം പ്രവാചകൻ കണ്ടു, നരകത്തിലെ യാതനകൾ കണ്ടു. പ്രവാചകൻ പറയുന്നു, റഅയ്തുൻ നാർ, ഞാൻ നരകത്തെ കണ്ടു. ഫലം അറ കൽയൗമി മൻദറുൻ ഖത്തുൻ, ഇത്ര ദുഷ്കരമായ കാഴ്ച ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രവാചകൻ പറയാണ്. റഅയ്തു അക്സറ അഹ്ലിഹ അന്നിസാ, ആ നരകത്തിൽ ഭൂരിഭാഗവും ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. ചോദിച്ചുലിമ യാ റസൂലല്ലാഹ്, എന്താണ് പ്രവാചകരെ അങ്ങനെ കാണാനുള്ള കാരണം? ബികുഫ്രിഹിന്ന, അവരുടെ കുഫ്ർ കാരണത്താലാണ്, അവരുടെ നന്ദികേട് കാരണത്താലാണ്. കാരണം യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാൻ, ഭർത്താവിനോട് നിഷേധം കാണിക്കും, അവർ ചെയ്ത നന്മകളെ അവർ നിഷേധിക്കുന്ന കാരണത്താലാണ്. കാരണം ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹർ ثم رأت منك شيئا قالت يوما ما رأيت منك خيرا قط, ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തു കൊടുത്തു, അവർ പ്രതീക്ഷിക്കാത്തവരെ ഒരു നന്മയും ഒരു ഖൈറുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് നിഷേധിക്കുന്ന, ചെയ്ത നന്മകളെ മുഴുവൻ നിഷേധിക്കുന്ന സ്ത്രീകളാണ് ഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം നരകത്തിലാണ്, സ്ത്രീകളെയാണ് നരകത്തിൽ ഭൂരിപക്ഷം കണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായ വിഷയമാണ്. 4 കാര്യം ഒരു പെണ്ണ് ശ്രദ്ധിച്ചാൽ മതി, സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും ആ പെണ്ണിനെ വിളിക്കപ്പെടുമെന്നതാണ്. 1, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, കൃത്യമായി 5 വക്ത് നമസ്കരിക്കുക. വസാമത്ത് ശഹ്റഹ, റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുക. വഅതാഅത്ത് സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുക. വഹഫിളത്ത് ഫർജഹ, തന്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുക. എങ്കിൽ അവളോട് പറയും, ഉദ്ഖുലി അൽ ജന്ന മിൻ അയ്യിൽ അബ്വാബി ശിഅത്, ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്. നരകക്കാരിൽ ചിലർ അനുഭവിക്കുന്ന ശിക്ഷ പ്രവാചകൻ ആ യാത്രയിൽ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലമ്മാ ഉരിജ ബി, മിഅ്റാജിന്റെ രാത്രിയിൽ എന്നെയും കൊണ്ടുപോയ സമയത്ത് മറർതു ബി ഖൗമിൻ, ഒരു ജനവിഭാഗത്തിന്റെ അടുക്കലൂടെ ഞാൻ കടന്നുപോയി. ലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, യഖ്മുശൂന വുജൂഹഹും വസുദൂറഹും, തങ്ങളുടെ മുഖവും നെഞ്ചും പിളർത്തിക്കൊണ്ടിരിക്കുന്ന, മാന്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, മൻ ഹാഉലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ ഇത്? അദ്ദേഹം പറഞ്ഞു, ഹാഉലാഇ അല്ലദീന യഅകുലൂന ലഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചമാംസം ഭക്ഷിച്ചവരാണവർ. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ആളുകളാണ്, അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയാണ് ഇത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചില ഖതീബുമാരെ പ്രവാചകൻ നരകത്തിൽ കണ്ടു. ആ യാത്രയിൽ
നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറർതു ലൈലത ഉസ്രിയ ബി അലാ ഖൗമിൻ തുഖറലു ശിഫാഹും ബിമഖാരിദിൻ മിനന്നാർ. അഗ്നിയാലുള്ള കത്രികകളാൽ തങ്ങളുടെ കവിൾത്തടം മുറിച്ചുകൊണ്ടിരിക്കുന്ന ഖുതബാക്കൾ മൻ ഹൗലായി എന്ന് ചോദിച്ചപ്പോ ഇവരാണ്, പ്രഭാഷകരാണ്, പ്രാസംഗികരാണ് അവർ. കാനൂ യഅ്മുറൂന അന്നാസ ബിൽ ബിർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും വയൻസൗന അൻഫുസഹും, സ്വന്തത്തെ മറക്കുകയും ചെയ്തവരാണവർ. വഹും യത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ, കിതാബ് പാരായണം ചെയ്യുന്നവരാണവർ. എന്താണ് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാത്തത് എന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ദുനിയാവിന്റെ ക്ഷണികത അത് നമുക്ക് ബോധ്യപ്പെടണം. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നരകത്തെ പോലെ ഭീതിപ്പെടുത്തുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിനെ പേടിച്ച് പിന്മാറേണ്ടവൻ ഉറങ്ങുകയാണ്. സ്വർഗം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് തേടിപ്പിടിക്കേണ്ടവൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ നിന്ന്, ആ യാത്ര എന്ന് പറയുമ്പോ അത് വെറും ഒരു സ്വപ്നത്തിലുള്ള യാത്രയല്ല, വെറും ആത്മാവ് മാത്രം പോയ ഒരു യാത്രയായിരുന്നില്ല. ആ നിലക്ക് ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കൃത്യമായി വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചത് സുബ്ഹാന എന്ന പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് സുബ്ഹാന എന്ന പദപ്രയോഗം തന്നെ നടത്തുക. ഒന്ന്. രണ്ട്, വെറും ആത്മീയമായ ഒരു സ്വപ്നയാത്ര ആയിരുന്നെങ്കിൽ പിറ്റേ ദിവസം ശത്രുക്കൾ വന്ന് കൈകൊട്ടി ചിരിച്ച് പരിഹസിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഒരു സ്വപ്നയാത്രയായിരുന്നെങ്കിൽ അല്ല. അബ്ദിഹി എന്നുള്ള പദപ്രയോഗമാണ് അവിടെ നടത്തിയത്. രണ്ടും ചേരുമ്പോഴാണ് അബ്ദി എന്നുള്ള പദപ്രയോഗം നടത്തുക. അത്തരം ആ പദപ്രയോഗങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആത്മാവിന് സഞ്ചരിക്കാൻ വാഹനത്തിന്റെ ആവശ്യമില്ല. ബുറാഖ് എന്ന വാഹനത്തിലാണ് പ്രവാചകൻ സഞ്ചരിച്ചത് എന്ന് കൃത്യമായി ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മളുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ച് നാളെ പരലോകത്ത് നമ്മുടെ ലക്ഷ്യം നേടാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാൻ ബിഹാദ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിന്റെ തൊട്ടുമുമ്പുള്ള ഷഅബാൻ മാസത്തിൽ, ഷഅബാൻ എന്നത് മുന്നൊരുക്കത്തിന്റെ മാസമാണ്. ഒരു വിശുദ്ധ മാസത്തെ സ്വീകരിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ മാസം. ഷഅബാൻ കടന്നു വരുമ്പോ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഷഅബാൻ മാസം എന്നത് നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. രീതിയിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഒന്ന്, എല്ലാ ദിവസങ്ങളിലും യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ, രാത്രിയുടെയും പകലിലെയും ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ സുബഹ് നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലും അവർ സന്നിഹിതരായി റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ റബ്ബ് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, മകളുടെ അവസ്ഥ ഈ മലക്കുകളോട് ചോദിക്കുമെന്നാണ്. ഡെയിലി അപ്ഡേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, എല്ലാ ആഴ്ചകളിലും തുഅറലുൽ അഅമാലു യൗമൽ ഇത്നൈൻ വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ച ദിവസത്തിൽ, വ്യാഴാഴ്ച ദിവസത്തിൽ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഉഹിബ്ബു അൻ യുഅറൽ അമലി വഅന സാമിലുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നപ്പോ ഞാൻ നോമ്പുകാരനായിരിക്കെ പ്രദർശിപ്പിക്കപ്പെടണമെന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. മൂന്നാമത്തേത്, എല്ലാ വർഷത്തിലും ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഷഅബാൻ മാസത്തെ സംബന്ധിച്ച് പറയുന്നു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു, അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വർഷത്തിൽ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ മാസത്തിൽ
ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളൊക്കെ അശ്രദ്ധരാകുന്ന മാസമാണിത്. റജബ് പവിത്രമായ മാസമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഷഅബാൻ കഴിഞ്ഞ റമളാൻ എന്ന മാസമാണ്. അതിനിടയിൽ റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങളൊക്കെ അശ്രദ്ധമായി പോകുന്ന മാസമാണ് ഷഅബാൻ എന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവിട്ട്, കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഇനിയും നോറ്റുവിട്ടാൻ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനുള്ള ഇനിയും നീട്ടിവെക്കാതിരിക്കുക. റമളാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അംറുബ്നു ഖൈസ് റഹിമഹുല്ല സലഫുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അവർ മുന്നൊരുക്കം നടത്തിയിരുന്നു. ഇദാ ദഖല ശഅബാൻ അഗ്ലഖ തിജാറതഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ. കച്ചവടത്തിലൊക്കെ ശ്രദ്ധ മാറ്റി വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി അവർ മുമ്പേ ഇരിക്കും. എന്നിട്ട് ഫസലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാനിന് മുമ്പ് തന്നെ തന്റെ നഫ്സ് നന്നാക്കി ശുദ്ധമായ മനസ്സോടുകൂടി പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ സാധിച്ചാൽ അവനാണ് മംഗളം, ആശീർവാദം നേരുകയാണ്. നോക്ക് നിങ്ങൾ, ആ നിലക്ക് പരിശുദ്ധ റമളാനിന് മുമ്പായി ഒരു മുന്നൊരുക്കത്തോടു കൂടി മാനസികമായിട്ട് തന്നെ ശുദ്ധമായ മനസ്സോടുകൂടി പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ നാം ഓരോരുത്തരായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, പണ്ഡിതന്മാർ, സാധാരണക്കാർ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمؤمنين والأموات إنك مجيب الدعوات وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.